ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് തള്ളിക്കയറി യൂത്ത് കോൺഗ്രസ്. ഗേറ്റ് മറികടന്ന പ്രവർത്തകർ വാതിലിൽ റീത്ത് വെച്ചു. ഈ സമയം സുരക്ഷയ്ക്കുണ്ടായിരുന്നത് 3 പോലീസുകാർ മാത്രമാണ്. റീത്ത് പിന്നീട് പോലീസ് എടുത്തുമാറ്റി. സംഭവത്തിൽ 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മൂന്ന് പോലീസുകാർ മാത്രമാണ് ആരോഗ്യമന്ത്രിയുടെ വസതിയിൽ ആ സമയത്ത് ഡ്യൂട്ടിക്കുണ്ടായിരുന്നത്. ഈ പോലീസുകാരെ മറികടന്ന് ഇവരെത്തി വസതിക്ക് മുന്നിൽ റീത്ത് വെക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. അതിനുശേഷം ഈ റീത്ത് എടുത്തു മാറ്റി പോലീസുകാർ. അങ്ങനെ വലിയ സംഘർഷഭരിതമായ സാഹചര്യമൊക്കെ ആയിരുന്നു. ഡാൻ കുരുണ്ട്, ഡാന് ഈ പ്രതിഷേധം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ അറിയാം, നമുക്കറിയാം. വസതിക്ക് മുന്നിൽ വാതിലിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് പ്രവർത്തകർ. എന്താണ് സംഭവിച്ചത്? രാവിലെ 7:30യോടെയാണ് 30ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ടായ ശസ്ത്രക്രിയ പിഴവിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വഴുതക്കാടുള്ള വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചായി എത്തിയത്. തുടർന്ന് വളരെ അപ്രതീക്ഷിതമായി അവർ ഗേറ്റ് ചാടിക്കടന്ന് അകത്ത് പ്രവേശിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ റീത്ത് വെച്ചു. പിന്നീട് ചീമുട്ട എറിയുന്ന സാഹചര്യമുണ്ടായി. അതായത് ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന പോലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരത്തെ ലഭിച്ചില്ല എന്നാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അതിനെക്കുറിച്ച് നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് അറിയുകയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കുകയും ചെയ്യുന്ന ഒരു പതിവാണ് പ്രതിഷേധങ്ങളുടെ ഭാഗമായി സാധാരണ ഉണ്ടാകാറുള്ളത്. പക്ഷേ അത്തരത്തിലൊന്നും ഉണ്ടായില്ല. ഏതാണ്ട് 20 മിനിറ്റ് നേരത്തിന് ശേഷമാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുന്നത്. അതായത് ഒരു പോലീസ് വീഴ്ച എന്ന് പ്രഥമ ദൃഷ്ടിയ പറയാവുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് മന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് വസതിക്ക് മുന്നിൽ ചാടിക്കയറി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡിസിപി നേരിട്ട് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരുപക്ഷെ നടപടിയെടുത്തേക്കുമെന്നുള്ള സൂചനകൾ കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വീണ ജോർജിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ വീണ ജോർജ് പങ്കെടുക്കുന്ന പരിപാടികളിലും അവരുടെ വസതിയിലും ഒക്കെ കൂടുതൽ പോലീസിന്റെ വരും ദിവസങ്ങളിൽ വിന്യസിക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും യൂത്ത് കോൺഗ്രസ് വളരെ അപ്രതീക്ഷിതമായാണ് സാധാരണയായി പ്രതിഷേധങ്ങൾ നടത്തുന്ന സമയത്ത് നിന്നൊക്കെ വ്യത്യസ്തമായി രാവിലെ തന്നെ പ്രതിഷേധവുമായി മന്ത്രിയുടെ വഴുതക്കാട്ടുള്ള വസതിയിലേക്ക് ചാടിക്കയറിയത്. അവിടെ എത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തി റീത്ത് വെച്ചു. ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്. അതിനുശേഷം പോലീസ് ഇടപെട്ട് ഈ റീത്ത് എടുത്തു മാറ്റുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. 6ഓളം പ്രവർത്തകർ അറസ്റ്റിലായ സാഹചര്യമുണ്ട്. പിന്നീടാണ് കൂടുതലായി പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും മറ്റും ചെയ്യുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.